കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന് പൂരം എന്നാൽ അത് കേവലം ഒരു ഉത്സവമല്ല, മറിച്ച് അത് അവരുടെ വികാരമാണ്. ആ പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമായ വെടിക്കെട്ടിന് മിഴിവേകാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന മനുഷ്യരുണ്ട്. കരിമരുന്നിന്റെ മണത്തെ സ്വന്തം ശ്വാസമായി കൊണ്ടു നടക്കുന്നവർ. എന്നാൽ ആ ആവേശം ഒരു ജനതയുടെ മുഴുവൻ നൊമ്പരമായി മാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണശാലയിൽ നടന്ന സ്ഫോടനം കേരളത്തെ വീണ്ടും ഒരു വലിയ ദുരന്തത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അപകടം സംഭവിക്കുന്നതിന് കൃത്യം 1 മണിക്കൂർ മുൻപ് ആ വെടിക്കെട്ട് പൂര സന്ദർശിച്ച ആർക്കും അവിടെ കാണാൻ കഴിയുമായിരുന്നത് അധ്വാനത്തിന്റെ വലിയൊരു ഉത്സവമായിരുന്നു. വരാനിരിക്കുന്ന പൂരനഗരിയിൽ തങ്ങളൊരുക്കുന്ന വർണ്ണവിസ്മയം എത്രത്തോളം മനോഹരമാകുമെന്ന ചർച്ചകളിലായിരുന്നു ഓരോ തൊഴിലാളിയും. അപകടമേഖല നോ എൻട്രി എന്ന വലിയ ബോർഡിന് പിന്നിൽ അതീവ ജാഗ്രതയോടെയാണ് ഓരോരുത്തരും പണിയെടുത്തത്. പക്ഷെ ആ ജാഗ്രതയ്ക്കിടയിലും ഓരോ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. 52 വർഷമായി പടക്ക നിർമ്മാണ രംഗത്തുള്ള വയോധികയായ തൊഴിലാളി മുതൽ വെറും കൗതുകത്തിന് ഈ മേഖലയിലേക്ക് വന്ന യുവാക്കൾ വരെ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒരു തൊഴിലിനേക്കാൾ ഉപരിയായി ഇതൊരു പാരമ്പര്യമായും വിശ്വാസമായും അവർ കൊണ്ടു നടന്നു. സിനിമയെ മേക്കപ്പ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരും ബസ് കണ്ടക്ടർമാരും വരെ പൂരക്കാലത്ത് അവധിയെടുത്ത് ഇവിടെ എത്തും. പൂരത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഈ അപകടകരമായ ജോലിയിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു വിശ്വാസമാണ്, ഭയമില്ല എന്ന് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞ ബസ് കണ്ടക്ടർ കണ്ണന്റെ വാക്കുകൾ ഇന്ന് നൊമ്പരമായി മാറുന്നു. ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഭൂമി പിളരുന്നതിന് തുല്യമായ ഉഗ്രശബ്ദം കിലോമീറ്ററുകൾ ദൂരത്തേക്ക് മുഴങ്ങിക്കേട്ടു. 2 തവണയായാണ് സ്ഫോടനം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വെടിക്കെട്ട് പൂര പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. കരിമരുന്നിന്റെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യം കാരണം സ്ഫോടനത്തിന് ശേഷവും ചെറിയ തോതിൽ പൊട്ടിത്തെറികൾ തുടർന്നത് രക്ഷാപ്രവർത്തനത്തെ സങ്കീർണമാക്കി. ഭൂമി കുലുങ്ങുന്നതിന് തുല്യമായ ശബ്ദമായിരുന്നു അത്. പാടത്ത് മുഴുവൻ പടക്കങ്ങൾ തെറിച്ചു വീണ് പൊട്ടുന്ന അതീവ ഭീകരമായ അന്തരീക്ഷം. അടുത്തേക്ക് ചെല്ലാൻ പോലും ഭയപ്പെടുന്ന രീതിയിൽ തീയും പുകയും ആ പ്രദേശത്തെ മൂടിക്കളഞ്ഞു. പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു. വെടിക്കെട്ടിന്റെ ലൈസൻസും അതുപോലെ പ്രധാന ചുമതലക്കാരനുമായ മുണ്ടത്തിക്കോട് സതീശനും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 6 പേർ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടക്ക നിർമ്മാണ ശാലയിൽ ഉണ്ടായിരുന്ന പലരും സ്ഫോടനത്തിന്റെ ആദ്യ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി മാറിയതുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയും അധികം ഒതുങ്ങിയത്. എന്നിരുന്നാൽ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചുപോയ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന തുടരുകയാണ്. അപകടം നടന്ന ഉടനെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഓടിയെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം പ്രയാസകരമായിരുന്നു. വെടിക്കെട്ട് പുരയിലേക്കുള്ള റോഡുകൾ അങ്ങേയറ്റം ായിരുന്നു. വലിയ ഫയർ എഞ്ചിനുകൾ അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ സമീപത്തെ വലിയൊരു മതിൽ തകർത്താണ് ഫയർഫോഴ്സ് വാഹനങ്ങൾ സംഭവസ്ഥലത്ത് എത്തിച്ചത്. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലും അവശിഷ്ടങ്ങൾക്കിടയിലും സൂക്ഷിച്ചിരുന്ന കരിമരുന്നും പടക്കങ്ങളും പൊട്ടിക്കൊണ്ടിരുന്നു. ഇത് അഗ്നിശമന സേനാംഗങ്ങളുടെ ജീവന് പോലും ഭീഷണിയായി. കരിമരുന്ന് കത്തുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക ശ്വസിച്ച് പല രക്ഷാപ്രവർത്തകർക്കും അസ്വസ്ഥതയുണ്ടായി. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പൊള്ളലേറ്റവരുടെ ചികിത്സയ്ക്കായി ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടാനും സർക്കാർ തയ്യാറാണ്. പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് നിരീക്ഷിച്ചു വരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി അനുശോചനം അറിയിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയമായ അന്വേഷണം വേണമെന്ന് ജില്ലാ ഭരണകൂടവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ ഉണ്ടായ അപകടം പൂരത്തിന്റെ വെടിക്കെട്ടിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പൂരപ്രേമികളും സംഘാടകരും. വർഷങ്ങളായി കരിമരുന്ന് പുരകളിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾ പൂരത്തിന്റെ ആത്മാവിനെ അറിയുന്നവരാണ്. അവരുടെ ജീവനുകൾ പൊലിഞ്ഞത് പൂരനഗരിയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പൂരത്തിന്റെ ഭാഗമായുള്ള ആചാരപരമായ വെടിക്കെട്ടുകൾ നടക്കുമോ അതോ ഇതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ വെടിക്കെട്ട് ദുരന്തങ്ങൾ ഇത് ആദ്യമായല്ല സംഭവിക്കുന്നതും. എന്നിരുന്നാലും ഓരോ ദുരന്തത്തിന് ശേഷവും നമ്മൾ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് അത് മറന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഈ പടക്കശാലയിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നോ എന്നതും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ലൈസൻസിംഗിലെ നിബന്ധനകൾ കൃത്യമായി പാലിക്കപ്പെട്ടോ? അമിതമായ അളവിൽ കരിമരുന്ന് സംഭരിച്ചിരുന്നു? തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമായിരുന്നു? തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വെടിക്കെട്ട് കേരളത്തിന്റെ സംസ്കാരമാണെങ്കിലും മനുഷ്യജീവനേക്കാൾ വലുതല്ല ഒരാഘോഷം എന്ന ബോധ്യം ഓരോ സംഘാടകർക്കും ഉണ്ടാകേണ്ടതുണ്ട്. കരിമരുന്നിന്റെ പുകയും കരിയും പുരണ്ട ആ മണ്ണിന് ശേഷിക്കുന്നത് നഷ്ടപ്പെട്ട ജീവനുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. തന്റെ ഉപജീവനത്തിനായി കരിമരുന്നിനെ ആശ്രയിച്ചവർ, പുതിയ പൂരത്തിന് വെടിക്കെട്ടൊരുക്കാൻ വന്നവർ, അവരെ എല്ലാം ആ തീ വിഴുങ്ങിക്കളഞ്ഞു.
1 മണിക്കൂർ മുൻപ് അവിടെ കണ്ട ആ ആവേശം ഇന്ന് കേരളത്തിനെ മുഴുവൻ കണ്ണീരായി മാറിയിരിക്കുന്നു. ഇനിയൊരു പൂരക്കാലത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടവും ജനങ്ങളും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ കടുപ്പിക്കുക മാത്രമല്ല, അവ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. പൂരനഗരിയിൽ ആകാശം മുട്ടെ പൂക്കുന്ന വർണ്ണവിസ്മയങ്ങൾക്ക് പിന്നിൽ ഈ മനുഷ്യരുടെ വിയർപ്പും രക്തവും ഉണ്ടെന്ന തിരിച്ചറിവ് ഓരോ മലയാളിയും നൊമ്പരമായി അവശേഷിപ്പിക്കും. പരിക്കേറ്റവർ എത്രയും വേഗം ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ തീരാ ദുഃഖം താങ്ങാനുള്ള കരുത്ത് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഈ ദുരന്തം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ വെടിക്കെട്ടിന് പിന്നിലും ജീവൻ പണയം വെച്ചുള്ള അധ്വാനമുണ്ട്. ആ അധ്വാനം മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. പൂരത്തിന്റെ മണ്ണിൽ ഇനി ഒരിക്കലും കരിമരുന്നിന്റെ കനൽ കാഴ്ചകൾ കണ്ണീരായി മാറാതിരിക്കട്ടെ.